ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് കുഴച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ടേബിൾ ടോപ്പിൽ നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് വെതറി കൊടുത്തിട്ട് ആ കുഴച്ച ഗോതമ്പ് മാവ് എടുത്ത് അതിനെ ഒന്ന് വലുതാക്കി പരത്തുക. എന്നിട്ട് ഒരു അടപ്പോ അല്ലെങ്കിൽ കട്ടറോ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക, വൈൻ ഗ്ലാസ്. ഓക്കെ, എടുത്ത ശേഷം ഈ കട്ട് ചെയ്ത് വെച്ച് ഈ ചപ്പാത്തി ഒക്കെ ചെറുത് ഓക്കെ, അതൊക്കെ അടുക്കി ആ ഗ്ലാസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു കപ്പോ ഒരു പാത്രമോ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവറോ മൈദ അല്ലെങ്കിൽ കടലമാവ് ഏതെങ്കിലും ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മളതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് ലൂസാക്കിയിട്ട് ഓക്കെ, നമ്മൾ ഈ ഇതിലേക്ക് മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. അധികമൊന്നും തേക്കണ്ട, കുറച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്ത ശേഷം ഒരു ചപ്പാത്തി ഇതുപോലെ ചെറുത് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണോ പിടികിട്ടിയോ? ഇതപ്പം അറിയാം കേട്ടോ. എന്നിട്ട് അതിനെ ഒരു പ്ലേറ്റിലേക്ക് നിവർത്തി വെക്കുക കേട്ടോ. ഇപ്പം എന്താണ്, എന്ത് ഷേപ്പാണ് വന്നിരിക്കണം? റോസിൻ്റെ ഷേപ്പ് അല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തി റോസ് സലാഡാണ് കേട്ടോ. സോ ഇതിലേക്ക് നമ്മൾ സലാഡ് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സലാഡ് ഫില്ല് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഞാനിന്ന് നമ്മൾ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തൊടുമ്പോൾ തന്നെ അറിയാം, പെറ്റൽസൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. വീണ്ടും ഒരെണ്ണം കൂടി കാണിക്കുകയാണ്. ആദ്യത്തേൽ പെറ്റൽസ് വന്ന് കുറച്ച് കുറവായിട്ടാണ് വെച്ചത്. ഇതിൽ ഞാൻ ഇത്തിരി കൂടുതൽ വെക്കാനാണ് ഇപ്പം ഓരോന്നായിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ 3 വെച്ച് കഴിഞ്ഞു കേട്ടോ. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇപ്പോൾ നമ്മളങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഏകദേശം ഒരു 9 വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പെറ്റൽസ് നമ്മൾ ഇത് വെക്കണതനുസരിച്ച് നമുക്ക് പെറ്റൽസ് കൂടും, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 9 വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ സ്ലറി വന്ന് അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക. ഞാനിന്ന് കോൺഫ്ലവർ സ്ലറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഏത് വേണമെങ്കിൽ എടുക്കുക, നിങ്ങൾക്ക് ഏത് അവൈലബിൾ ആണോ അതൊക്കെ എടുക്കുക. ഓക്കെ, അതൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒരെണ്ണം കൂടി ബാക്കി വെച്ചിട്ടുണ്ട്, അതിനെയും കൂടി ഒന്ന് മേലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിനെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മലർത്തി വയ്ക്കുകയാണ് കേട്ടോ. സോ അത് അടിപൊളി ഒരു റോസ് ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ആ പെട്ടൽ എന്തെങ്കിലും ഒന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും നിന്നോളും കേട്ടോ. നല്ല രീതിയിൽ നിന്ന് കിട്ടും. ഓക്കെ, അതിന് നമുക്കിത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇത് റെഗുലറായിട്ട് ഉണ്ടാക്കണമെന്നൊന്നും അല്ല, അതും പ്രത്യേകമായിട്ട് ഞാൻ പറയണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ റോസും അതുപോലെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. ഓവനുള്ളവർക്ക് ഓവനിൽ വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് വെക്കുക. പിന്നെ സലാഡ് വന്ന് നമ്മുടെ ചോയ്സിൽ ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കിയ ശേഷം ഈ പെറ്റൽസിലൊക്കെ നമ്മൾ അതിനെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്, ഏതാ വേണ്ടതെന്നുള്ളത്. ഫില്ലിങ് വന്ന് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മളതിനെ എന്താ പറയുക, നമ്മൾ ഇത് ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, കഴിക്കാൻ നന്നായിരിക്കും. എന്നിട്ട് അതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് സോസ് ഇട്ട് കൊടുക്കണ്ട, അപ്പോഴാണ് അത് കറക്റ്റായിട്ടൊരു റോസ് പെറ്റൽ പോലെ നമുക്ക് അത് തോന്നുക കാണുമ്പോൾ. ഓക്കെ, അതിനാണ് ഈ സോസ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, ഒരു വെറൈറ്റി ആയിട്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.